ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ കണിയൊക്കെ കണ്ടു. ഇനി നേരെ അടുക്കളയിലേക്ക് കയറട്ടെ. ഒരു ചെറിയ രീതിയിൽ സദ്യ ഞാൻ വിചാരിക്കുന്നുണ്ട്. തോനെയൊന്നുമില്ല, മക്കളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്കൊരു ചെറിയ രീതിയിലൊരു സദ്യ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അമ്പലത്തിൽ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഫുൾ വീഡിയോ ഇന്നത്തെ ഫുൾ വീഡിയോ തന്നെ ഞാൻ ഇന്ന് കാണും. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ന് വിഷു ആയിട്ട് ഞാനും മക്കളും മാത്രമേ ഉള്ളായതുകൊണ്ടും ഇന്ന് അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ടുന്ന മക്കൾ കഴിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഐറ്റംസ് മതിയല്ലോ എന്ന് കരുതി തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിഷുവിന് നമ്മൾ എല്ലാ വർഷവും ഇന്ന് വരെ ഞാൻ വിഷുവിന് അങ്ങനെ സദ്യയോ കാര്യങ്ങളോ ഒന്നും ഒരുക്കിയിട്ടില്ല. ഈ വർഷം എന്തുകൊണ്ടോ എനിക്കൊരു ചെറിയ രീതിയിൽ സദ്യ ഒരുക്കി കൊച്ചുങ്ങൾക്ക് കൊടുക്കാം. കാരണം അവർ വീട്ടിൽ നിൽക്കുകയല്ലേ. അപ്പോൾ അവർക്കൊരു സന്തോഷത്തിന് വേണ്ടി ഒരുക്കി കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാനങ്ങ് വെക്കുകയാണ്. അപ്പം അവർക്ക് കഴിക്കാവുന്ന രീതിയിൽ അവർ കഴിക്കുന്ന മാത്രം ഐറ്റംസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതാകുമ്പോൾ അവർ കഴിക്കും. അതുപോലെ കുറച്ച് ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ കറികളെല്ലാം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരി അടപ്പയിടാനുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളം അടപ്പയിൽ വെച്ച് ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം മാത്രം അരി അടപ്പയിട്ടാൽ മതിയല്ലോ. അപ്പോൾ അതങ്ങനെ ഞാൻ റെഡിയാവാനായിട്ട് അങ്ങ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ശേഷം ഞാൻ കുറച്ച് പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ സാമ്പാറിനുള്ള അരിഞ്ഞ് അടപ്പയിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സാമ്പാറിൻ്റെ പരിപാടി നടക്കുമല്ലോ. അപ്പോൾ സാമ്പാർ ഇന്ന് വിഷു ദിവസം, വിഷു ഓണം ഇങ്ങനെയുള്ള പരിപാടിക്കെല്ലാം സാമ്പാറായിരിക്കും ഫസ്റ്റ് ഐറ്റം എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം അതാകുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. രാവിലെ ദോശയുണ്ട്, ദോശയ്ക്കുള്ള മാവുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സാമ്പാർ അങ്ങ് റെഡിയാക്കാം. രാവിലെ ദോശ കഴിച്ചിട്ട് അമ്പലത്തിലൊക്കെ പോകണമല്ലോ. അപ്പോൾ ദോശയൊക്കെ കഴിച്ച് അമ്പലത്തിൽ പോകാം എന്നായിരുന്നു പ്ലാനിങ്. പക്ഷേ പിന്നീട് പ്ലാനിങ് മാറ്റിയിട്ട് ഞങ്ങൾ വന്നിട്ട് കഴിക്കാം എന്നുള്ള രീതിയാക്കി. കാരണം കഴിച്ചിട്ട് പോകാനുള്ളൊരു ടൈം കിട്ടിയില്ല. അതുകൊണ്ട് വന്നിട്ട് പോയി കഴിക്കാം എന്നുള്ളൊരിത് വെച്ച് ഞാൻ ദോശ ചുട്ടില്ല. അപ്പോൾ സാമ്പാർ ഞാൻ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്ന് ദോശ ചുട്ടാൽ മതിയല്ലോ എന്ന് കരുതി. അപ്പോൾ അങ്ങനെ സാമ്പാറിനുള്ളത് മഞ്ഞപ്പൊടിയും കായവും ഉപ്പും ചേർത്ത് ഞാൻ വേവിക്കാനായിട്ട് പരിപ്പും ഇത്രയും കൂടി ഇട്ട് ഞാൻ വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ശേഷം ഞാൻ പോയി നേരെ അരി അടപ്പയിടാൻ നോക്കി. അരി വെന്ത് വരണമല്ലോ. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് അരിയൊക്കെ റെഡി ആവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അരി കഴുവാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അരിയൊക്കെ കൊണ്ടിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ജോലികൾ നമുക്ക് അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് ജോലികളെല്ലാം തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അന്നേരം എല്ലാം എളുപ്പമാണ്. തിരിച്ച് വരുമ്പോൾ പിന്നെ ക്ഷീണമാണ്, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ നമുക്ക് ജോലികളെല്ലാം തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് പയർ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പരിപ്പ് വെക്കണ്ട എന്ന ഉദ്ദേശമായിരുന്നു, സാമ്പാർ മതി എന്നാണ് വിചാരിച്ചത്. പിന്നീട് കുറച്ച് പരിപ്പും കൂടി ആവട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് പയറെടുത്ത് ഞാനതൊന്ന് ചൂടാക്കാൻ വെച്ചു. എന്നിട്ടത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്നടിക്കുമ്പോൾ അതൊന്ന് പിളർന്ന് വരും. അങ്ങനെ പരിപ്പ് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് കാരണം ഞാൻ അതൊന്ന് ചൂടാക്കി മാറ്റിയിട്ട് ആ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് ബീട്രൂട്ട് പച്ചമുളകും ചേർത്ത് വേവിക്കാനായിട്ട് അടപ്പയിലേക്ക് വെച്ചേ. എല്ലാവരും ഇങ്ങനെയാണോ വേവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട് വഴറ്റിയെടുക്കുന്നത്. ബീട്രൂട്ട് വഴറ്റി അതിനകത്തേക്ക് നമ്മുടെ അരപ്പരച്ച് ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും ബീട്രൂട്ട് പച്ചടി നല്ലതായിട്ട് വെന്തുടഞ്ഞ് അതിനകത്തുനിന്ന് ബീട്രൂട്ടാണ് എന്ന് കളറല്ലാതെ ബീട്രൂട്ടാണ് അതിനകത്തൊന്നും മനസ്സിലാവരുത്. ആ രീതിയിൽ എനിക്ക് കിട്ടണം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വേവിച്ചെടുത്തിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് തേങ്ങയും അതിനകത്ത് പച്ചടിക്ക് വേണ്ടുന്ന എല്ലാം ചേർത്തിട്ട് ജീരകം ഇടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇടത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ആ ബീട്രൂട്ടും കൂടി അതിനകത്തേക്കിട്ട് തൈര് ഒഴിച്ച് മൊത്തത്തിൽ മിക്സ് ചെയ്ത് അരച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മൾ കടുക് വറുത്തിട്ട് അതിനകത്തേക്ക് ചട്ടിയിലേക്ക് ഒഴിച്ച് അതൊന്ന് ചൂടാക്കി ആവശ്യാനുസരണം ഉപ്പും ഇട്ട് ചൂടാക്കി എടുക്കുന്നതാണ് ഞാൻ ഉണ്ടാക്കുന്ന ബീട്രൂട്ട്
പച്ചടി, ബീട്രൂട്ട് പച്ചടിയാണോ കിച്ചടിയാണോ എന്തോ ആ സംഭവം ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും എങ്ങനെയാണ് വെറൈറ്റി ആയിട്ട് എങ്ങനെയാണ് ബീട്രൂട്ട് പച്ചടി ചെയ്യുന്നതെന്നൊന്ന് പറയണേ. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ബീട്രൂട്ട് ചീവിയിട്ട് വേവിച്ചിട്ട് അതിനകത്തേക്ക് അരച്ചൊഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്ത് നിന്ന് കഴിക്കാത്ത പിള്ളേരുണ്ടല്ലോ, ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികൾക്ക് ഇതിന്ന് ബീട്രൂട്ടാണെന്ന് മനസ്സിലാവില്ലല്ലോ. ഇതാകുമ്പോൾ ഇങ്ങനെ കഴിക്കാമല്ലോ, നല്ല കുഴകുഴാന്നിരിക്കും, നല്ലതുപോലെ കഴിക്കാനും പറ്റും. അപ്പോൾ ആ സൗകര്യത്തിനാണ് ഞാൻ ബീട്രൂട്ട് വേവിച്ച് പരുവത്തിലാക്കി എടുക്കുന്നത്. അപ്പോൾ ആ തേങ്ങയുടെ കൂടെ ബീട്രൂട്ട് അരയ്ക്കാമെങ്കിൽ അതങ്ങ് അരഞ്ഞു പൊക്കോളും. നല്ലൊരു പച്ചടിയായിട്ട് കിട്ടും. ചെയ്യാത്തവർ ചെയ്ത് നോക്ക്, ചെയ്യുന്നവർ എങ്ങനെയുണ്ടെന്നും കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം ഞാൻ ആ പാത്രം തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് നമ്മുടെ വെള്ളരിക്ക പച്ചടിക്കുള്ള വെള്ളരിക്കയും പച്ചമുളകും കൂടി ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളരിക്ക പച്ചടി എന്ന് പറയുന്നത് എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ സലാഡാണ് വെക്കുന്നത്. എപ്പോഴും സദ്യയുടെ കൂടെ സലാഡാണ് വെക്കുന്നത്. കാരണം നമ്മുടെ തൈരിനകത്ത് സവാളയും തക്കാളിയും കൂടി ഇട്ടുള്ള സലാഡില്ലേ, അതേ വെക്കത്തുള്ളൂ. ഞാൻ കല്യാണം കഴിച്ച് വന്നതിന് ശേഷമാണ് ഈ വെള്ളരിക്ക പച്ചടി കഴിച്ചു തുടങ്ങിയത്. ഞാനിവിടെ വന്നതിന് ശേഷമാണ് അത് വെക്കാൻ പഠിച്ചത്. അപ്പോൾ ഇവിടുത്തെ അമ്മ വെക്കുന്ന രീതിയിലാണ് ഞാൻ ഈ വെള്ളരിക്ക പച്ചടി വെക്കുന്നത്. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞു തരണമേ. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സാമ്പാറിൻ്റെ പച്ചക്കറികളെല്ലാം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെണ്ടയ്ക്ക ഒന്ന് മൂപ്പിച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കടുക് വറുത്തിട്ട് അതിനകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ സാമ്പാർ പൊടി, ഇത് ഇത്രയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ സാമ്പാറിൻ്റെ മിക്സ് അതിനകത്തേക്ക് ചേർക്കുകയാണ് ചെയ്തത്. ആ സാമ്പാറിൻ്റെ പൊടി ചൂടാക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ഓണാക്കിയില്ല, അത് മറന്നുപോയി. ഞാൻ അതെങ്ങനെ ഓഫായി എന്ന് എനിക്കറിയില്ല. അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കുറുകിയ സാമ്പാർ റെഡിയായി. അത് വാങ്ങി വെച്ചിട്ടുണ്ട്. സാമ്പാർ തിളയ്ക്കുന്നേ ഉള്ളൂ, വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഞാൻ പിന്നെ മറ്റേ വെള്ളരിക്ക പച്ചടിക്കുള്ളതും കൂടി അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് തേങ്ങ, പിന്നെന്താണ് കൊച്ചുള്ളി, അതുപോലെ തൈരും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം കുറച്ച് കടുകും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. കടുക് അരയാൻ പാടില്ല, അരഞ്ഞ് കഴിയുമ്പോൾ വേറൊരു ചെവ വരും. അപ്പോൾ അരയാൻ പാടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയേ ചെയ്യാവൂ. അപ്പോൾ അതും ഞാൻ അരച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും സാമ്പാർ നന്നായിട്ട് തിളച്ച് പരുവത്തിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പ് ആ വെള്ളരിക്കകത്ത് ചേർത്ത് അത് ഒന്ന് മിക്സ് ചെയ്തു. ആ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട്, ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അതും പരുവാക്കിയിട്ട് അന്നേരം തന്നെ ഞാനതൊരു വേറൊരു പാത്രത്തിനകത്തേക്ക് ആക്കി വെക്കുന്നുണ്ട്. പിന്നീട് ആക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അന്നേരം തന്നെ ഒരു പാത്രത്തിനകത്താക്കി മാറ്റി വെക്കുന്നുണ്ട്. അതാകുമ്പോൾ സൗകര്യത്തിനെടുത്ത് വിളമ്പാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്തുനിന്ന് ആരും വിളമ്പി കൊടുക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടും നമ്മുടെ സൗകര്യത്തിന് നമുക്ക് അന്നേരം ഉള്ള പാത്രങ്ങളെല്ലാം, വലിയ വലിയ പാത്രങ്ങളെല്ലാം നമുക്ക് അന്നേരം കഴുകി വെക്കാമല്ലോ. പിന്നെ നമുക്ക് പാത്രം കഴുകാനുണ്ട് എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. ഇതാകുമ്പോൾ അതിൻ്റെ കൂടെ അത് നടക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെറുപയർ ഞാൻ ഇലവാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ മൂപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തപ്പോൾ അതിൻ്റെ സംഭവങ്ങളെല്ലാം ഒന്ന് പിളർന്നു വന്നിട്ടുണ്ട്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ വേവിക്കാനായിട്ട് 2 കൊച്ചുള്ളിയും കൂടിയൊക്കെ ഇട്ട് വേവിക്കാനായിട്ട് കുക്കറിൻ്റെ അടച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ പുറത്ത് പോയിരുന്ന് ഇച്ചിരി നേരം നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും അരി വെന്തു. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ അവിയലും അരിഞ്ഞ് സെറ്റാക്കി ഞാൻ അങ്ങ് അടപ്പയിലേക്ക് വെച്ചു. അവിയലും സെറ്റായിട്ടുണ്ട്. ശേഷം ഞാൻ പിന്നെ കുളിച്ച് റെഡിയായി ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ റെഡിയായി സാരിയൊക്കെ എടുത്ത് നമുക്ക് അമ്പലത്തിലൊന്ന് പോയിട്ട് വരാം. അടുത്തുള്ള അമ്പലം, തോനെയൊന്നും പോവാനില്ല, എങ്കിലും നടക്കാൻ വയ്യാത്തത് കൊണ്ട് സ്കൂട്ടർ എടുത്തുവെന്നേ ഉള്ളേ. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് കൃഷ്ണനെയൊക്കെ ഒരുക്കി കണിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ട് തൊഴുത് കഴിഞ്ഞപ്പോഴാണ് അവിടെ കഞ്ഞി ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ പിന്നെ അവിടുന്ന് കഞ്ഞി കുടിക്കാനായിട്ട് എല്ലാവരും നിർബന്ധിക്കുന്നു. പിള്ളേർക്ക് കഞ്ഞി വേണ്ടാന്ന് പറഞ്ഞു അവർ കഞ്ഞി കുടിക്കാതെ മാറിയതാണ്. പക്ഷേ കുറച്ച് കഞ്ഞിയെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ച് അവിടെ കയറി കഞ്ഞിയൊക്കെ കുടിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അമ്പലം, ചൊക്കൻകുഴി ശ്രീ ഭദ്രകാളി ക്ഷേത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഫുള്ള് ചിറയാണ്, കല്ലട ചിറയെന്ന് പറയും, അങ്ങനെയാണെന്ന് തോന്നുന്നു, കല്ലട ചിറ. അപ്പോൾ ഫുള്ള് ചിറയാണ്. അപ്പം അവിടെ എല്ലാം വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നല്ല രീതിയിൽ നമുക്ക് അവിടെ നിന്നൊക്കെ ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ നിന്ന് നമ്മൾ
കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ താഴെ തന്നെ ഒരു അമ്മൂമ്മക്കാവ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു അമ്പലം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി തൊഴാൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ വന്ന് ഭയങ്കര വിശ്വാസമുള്ളൊരു അമ്മൂമ്മയാണ് അവിടെ ഇരിക്കുന്നത്. ദേവിയാണ് അമ്മൂമ്മയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒന്ന് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ പോയി തൊഴാതിരിക്കില്ല. അപ്പോൾ അവിടെ ഒന്ന് പോയി. അപ്പോൾ ഇതൊരു ചിറയാണെങ്കിൽ ഒരു വയൽ പോലെ അങ്ങനെയൊക്കെ ഒരു സ്ഥലമാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനും നല്ല അടിപൊളിയാണ്. എൻ്റെ ഈ ബ്ലൗസ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച റെഡി ടു വെയർ, അതായത് ആ ബ്ലൗസാണ്. നല്ല അടിപൊളി ബ്ലൗസാണ്. ഇതിൻ്റെ തന്നെ നീല കളർ ബ്ലൗസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നീല കളർ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഒരു തണ്ണിമത്തൻ്റെ ഭാഗം മുറിച്ച് ഞാനും കഴിച്ചു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. നമ്മുടെ പയർ വേവിച്ച് വെച്ചതേ ഉള്ളായിരുന്നു. പയർ പിന്നൊന്നും അതിനകത്ത് കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്ന് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇനി പരിപ്പിനുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം ഒന്ന് അരിഞ്ഞ് തേങ്ങയൊക്കെ അരച്ച്, തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൊച്ചുള്ളിയും ഒക്കെ ഇട്ട് അരച്ച് നമ്മളൊരു പരിപ്പ് കറിയും കൂടി അങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. പയർ കറി, പരിപ്പ്. നമ്മുടെ കൊല്ലം സൈഡിലേ ഉള്ളതെന്ന് തോന്നി ഈ പരിപ്പ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം സദ്യ വിളമ്പുമ്പോൾ ആദ്യം സാമ്പാർ വിളമ്പുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ കൊല്ലം സൈഡിൽ പരിപ്പ് കഴിഞ്ഞാണ് സാമ്പാർ വരുന്നത്. പരിപ്പും പപ്പടവും അത് മസ്റ്റാണ്. അപ്പോൾ അങ്ങനെ പരിപ്പ് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ പച്ചടിക്കുള്ളതും പരിപ്പിനുള്ളതും കടുവറുത്ത് പിന്നാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. കടുവറുത്തൊഴിച്ചത് പിന്നാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം ഒഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുവരെയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ തലേന്നത്തെ ഒരു ഇച്ചിരി ചോറുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുക്കറിൽ ആവി കയറ്റാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെറുതെ നശിപ്പിച്ച് കളയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് പായസം ഒരു കവറ് ബ്രഹ്മസലിയുടെ മിക്സ് ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് 3 പേർക്ക് അത് മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ബ്രഹ്മസലിയുടെ മിക്സ് എടുത്ത് കഴിഞ്ഞ് പാലിനകത്ത് തിളപ്പിച്ച പാലിലിട്ട് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രഹ്മസലി പായസം റെഡിയാണല്ലോ. എളുപ്പ പരിപാടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തിളച്ച പാലിനകത്തേക്ക് ആ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പപ്പടവും കൂടി കാച്ചിയാൽ സെറ്റ്, സദ്യ റെഡി. ഇനി റെസ്റ്റ് എടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പപ്പടവും കൂടി കാച്ചി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോൻ പോയി ക്ഷീണിച്ചിരുന്ന അമ്മയ്ക്ക് ജ്യൂസ് കലക്കിക്കൊണ്ട് വന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. മനസ്സിലായല്ലോ എൻ്റെ അഭിനയം കണ്ടപ്പോൾ ഞാൻ അറിഞ്ഞില്ല എന്നുള്ള കാര്യം. എക്സ്പ്രഷൻ ഇട്ട് മറയ്ക്കുന്നുണ്ട് എന്നെ. അപ്പോൾ എന്തായാലും ആ ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സദ്യ വിളമ്പി. ഇത്ര ഐറ്റംസേ ഉള്ളായിരുന്നു. പിന്നെ അച്ചാർ ഐറ്റംസ് ഇരിപ്പുണ്ടായിരുന്നു. അച്ചാർ ഞങ്ങൾക്ക് ആർക്കും വേണ്ടാത്തത് കൊണ്ട് അച്ചാർ തൊട്ടിട്ടേ ഇല്ല. അപ്പോൾ ഇത്ര ഐറ്റംസ് കൂടി ഞങ്ങളൊരു ചെറിയ രീതിയിൽ സദ്യയൊക്കെ കഴിച്ചു. ശേഷം പാത്രം കഴുകൽ ഒഴിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയിട്ടോ. ഇപ്പോഴത്തെ ചൂടെന്ന് പറയുന്നത് ഗംഭീര ചൂടാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ മുടി അങ്ങനെ പൊക്കി കെട്ടിയേക്കുന്നത്. പക്ഷേ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ വിട്ടുപോയി. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മുടി താത്തിയിട്ടേനെയായിരുന്നു. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ ഒറിജിനൽ കോലം. അപ്പോൾ അങ്ങനെ നമ്മൾ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെച്ചു. ചൂട് സമയത്ത് നമ്മൾ കോലം നോക്കിയിട്ട് കാര്യമില്ല അല്ലേ. ചൂടായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയിട്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് തൂത്തെടുത്ത് മാറ്റുന്നുണ്ട്. മക്കൾ കഴിക്കാനിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കീഴ് മൊത്തം ചോറായിരിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നീട് ഞാൻ നല്ലൊരു ഉറക്കം പാസ്സാക്കിയിട്ടുണ്ട്. പിന്നീട് അത് കഴിഞ്ഞുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. ചായയൊക്കെ കുടിച്ചായിരുന്നു, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ റെഡിയായി നിന്നിട്ട് പോലും ഞാൻ കുളിച്ച് വന്നിട്ട് പോലും ചൂടെടുത്തിട്ട് വയ്യ. അപ്പോൾ അങ്ങനെ റെഡിയായി. ഇനി നമുക്ക് എൻ്റെ വീടിനടുത്തുള്ള അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ കുഞ്ഞുങ്ങളുടെ കുറച്ച് പിള്ളേരുടെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു, അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അവിടെ ഒന്ന് പോയി പരിപാടിയൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ പോവാണ്. ഇവിടെ ഇച്ചിരി ദൂരമുണ്ട്, നടക്കാനുള്ള ദൂരേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ പണ്ട് വണ്ടി കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ നടന്ന് തന്നെയാണ് വന്നിരുന്നത്. ഇത്രയും ഭാഗത്ത് എൻ്റെ വീട്ടിലോട്ട് വരുന്നത്. പക്ഷേ ഇപ്പോൾ വയ്യ, വണ്ടി വന്ന് എനിക്ക് നടക്കാൻ ഒട്ടും വയ്യ. അപ്പോൾ അത് കാരണം വണ്ടി ഉണ്ടല്ലോ, പിന്നെ എന്തിനും നമ്മളിങ്ങനെ നടക്കണം.
അപ്പോൾ എന്തായാലും അമ്പലത്തിൽ വന്നപ്പോഴത്തേക്കും ചേച്ചിയും പിള്ളേരും എല്ലാം അവിടെ എത്തി, അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞു വന്നതാണ്. ഞാൻ അമ്പലത്തിൽ വന്നിട്ടേ കയറാവൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ വന്നു. അമ്പലത്തിൽ നിന്ന് കുറച്ച് നേരം വെളിയിലൊക്കെ നിന്നു, ഒത്തിരി ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം അമ്പലത്തിൽ കയറി കഴിയുമ്പോൾ വീഡിയോ എടുക്കുന്നത് ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ആരെങ്കിലും വഴക്ക് പറഞ്ഞാലോ അമ്പലത്തിനകത്ത് വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി ഒളിച്ചും പാത്തുമൊക്കെയാണ് കേട്ടോ ഞാൻ ഇത്രയും വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ എന്തായാലും അമ്പലത്തിനകത്ത് കയറി. ഇനി ദീപാരാധനയാണ്. അമ്പലത്തിലെ ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ട് കൊച്ചുങ്ങളുടെ പരിപാടിയുള്ളല്ലോ. അപ്പോൾ അങ്ങനെ ദീപാരാധനയ്ക്ക് മുമ്പ് നമ്മൾ ചന്ദനമൊക്കെ വാങ്ങിച്ച് ദീപാരാധന ടൈമായി. നട അടച്ചിട്ട് ദീപാരാധന നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ അമ്പലത്തിലെ ദീപാരാധനയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പോൾ പല പല സ്ഥലങ്ങളിലാണ് നമ്മുടെ ദൈവങ്ങളെ പല പല ഭാഗങ്ങളിലാണല്ലോ ഇരിക്കുന്നത്. അവിടുത്തെ എല്ലാം ദീപാരാധന കാണണമല്ലോ. അപ്പോൾ അതെല്ലാം കണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടി ഉണ്ടായിരുന്നു. ഇത് 3 കുട്ടികളുടെ അരങ്ങേറ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള കുട്ടികളെല്ലാം ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ അവരും കളിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് റെസ്റ്റിന് വേണ്ടി. അപ്പോൾ അങ്ങനെ നല്ല ഒരു നൃത്തസന്ധ്യ തന്നെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉണ്ണിക്കുട്ടൻ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നുള്ളൂ. ഉള്ളത് വരെ കണ്ടു. ഏകദേശം ഒരു 3 ഡാൻസ്, അതിൽ കൂടുതലൊന്നും ഞങ്ങൾ കണ്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുട്ടികളെല്ലാം കളിച്ചു. നല്ല പ്രോഗ്രാമായിരുന്നു. മേക്കപ്പിനെ കുറിച്ച് പറയാൻ വയ്യ. അടിപൊളി മേക്കപ്പായിരുന്നു. നല്ല ഫിനിഷിങ്ങോടുകൂടി മേക്കപ്പ് ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തോ അറിയില്ല. അപ്പോൾ എന്നാലും ഇത്രയേ ഉള്ളൂ. വീട്ടിൽ വന്ന് ചോറൊക്കെ കഴിച്ചു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, ബൈ.